ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമുക്ക് വീടൊക്കെ അലങ്കരിച്ച് വെക്കാനായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് ലീവ്സും അതുപോലെ തന്നെ ഫ്ലവറും ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ 4 വശവും ഒന്ന് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു അലുമിനിയം വയറാണ് വേണ്ടത്. എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലുമിനിയം വയർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് 2 സൈഡ് നിവർത്തിയിട്ട് ഓരോ പെറ്റൽസായിട്ട് നമുക്കൊന്ന് നിവർത്തിയെടുക്കണം. അങ്ങനെ ഓരോ പെറ്റൽസായിട്ട് നമുക്കൊന്ന് വിടർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ ആണ് കേട്ടോ ഇത്. 10 മണിപ്പൂവാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. പെറ്റൽസെല്ലാം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് നമുക്കൊന്ന് ലെവലാക്കി ഒന്ന് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഭാഗത്തായിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്രീൻ കളർ ക്രേ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കത്രിക കൊണ്ടൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുനുകുന ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഫ്ലവറിൻ്റെ സ്റ്റെമ്മിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലീവ്സും ചുറ്റി കൊടുത്തു കഴിഞ്ഞു. ഇനി കുറച്ച് സ്കെച്ച് പെൻസ് എടുത്തിട്ടാണെങ്കിൽ ഈ ഫ്ലവറിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ യെല്ലോ കളർ അതുപോലെ തന്നെ പിങ്ക് ആൻഡ് ബ്ലൂ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ്. പിങ്ക് അല്ല, റെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയാണെങ്കിൽ ബ്രഷിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കളറുമായിട്ടൊന്ന് മിക്സായിട്ടൊന്ന് നല്ലൊരു കളറ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഈ ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടി നമുക്കൊരു വേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ ചുറ്റാനായിട്ട് മാസ്കിൻ ടേപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ചുറ്റിയെടുത്തതിന് ശേഷം കുപ്പിയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്ലവർ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 10 മണിപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? നല്ല കളർഫുൾ ആയിട്ടില്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല രസമില്ല കാണാനായിട്ട്. ഇനി അടുത്തായിട്ട് ഞാനാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അലുമിനിയം വയറും അതുപോലെ തന്നെ മാസ്കിൻ ടേപ്പുമാണ് വേണ്ടത്. കുറച്ച് അലുമിനിയം വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അതിൻ്റെ ഒരു അറ്റം ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മാസ്കിൻ ടേപ്പാണ് നമുക്ക് വേണ്ടത്. കുറച്ച് മാസ്കിൻ ടേപ്പ് മുറിച്ചെടുത്തു. എന്നിട്ട് അലുമിനിയം വയറിൻ്റെ മുകളിലായിട്ട് മാസ്കിൻ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പിലൊരു ലീവ്സിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കത്രിക കൊണ്ട് ഈസി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മാസ്കിൻ ടേപ്പ് അലുമിനിയം വയറിൽ മുകളിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ലീവ്സ് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ലീവ്സ് കട്ട് ചെയ്തെടുത്തു. ഇനി സ്റ്റെമ്മിലായിട്ട് കുറച്ച് മാസ്കിൻ ടേപ്പ് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രീൻ കളറുള്ള പേപ്പർ ചുറ്റിയെടുത്താലും മതിയാകും. ഞാൻ മാസ്കിൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ട് ആ സ്റ്റെമ്മിൽ ലീവ്സിലാണ് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെൻട്രലായിട്ട് പിങ്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് ലീവ്സ് എല്ലാം കളർ ചെയ്തിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇലകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നല്ലൊരു മൾട്ടി കളറായിട്ടുള്ള ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ കോമ്പിനേഷനിൽ നമ്മൾ ലീവ്സ് ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ലുക്കൊക്കെ ആയിരിക്കും. ഞാൻ ലീവ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വേസ് ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തിരുന്നത്. 10 മണിപ്പൂ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ വേസ് പോലത്തെ തന്നെ ഒരു വേസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുപോലെ വേസിലോട്ട് ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു മൾട്ടി കളർ നല്ല രസമുണ്ട്. വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഷോക്കേസിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്രാഫ്റ്റാണ്. അത് ഇതുപോലെ തന്നെ ഒരു അലുമിനിയം വയർ എടുക്കുക. മാസ്കിൻ ടേപ്പ് എന്നിട്ട് നമ്മൾ എടുക്കുന്നു. അലുമിനിയം വയറിലോട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
മാസ്ക് ടേപ്പ് നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം കത്രിക ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലീവ്സിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റെമ്മിൽ മാസ്ക് ടേപ്പ് തന്നെയാണ് ചുറ്റി കൊടുക്കുന്നത്. ഇനി ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെമ്മിലും ലീവ്സിലും ഒരേ കളർ തന്നെയാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ലീവ്സ് ഉണ്ടാക്കി എടുത്തിരുന്നു. എന്നിട്ട് അതൊന്ന് കളർ ചെയ്തിട്ട് ഡ്രൈ ആകാൻ വെച്ചു. ലീവ്സ് എല്ലാം ഡ്രൈ ആയതിനു ശേഷം ഒരു ബ്രഷിൽ യെല്ലോ കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്പോട്ട്സ് ആയിട്ട് ലീവ്സിന് മുന്നിലൊരു ഡിസൈൻ ആയിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലീവ്സ് എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് പിടിച്ച് യോജിപ്പിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലീവ്സ് ഓരോന്നായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പ്ലാന്റിനെടുത്തിരുന്ന അതേ ടൈപ്പുള്ള വേസ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ.